ഹലോ ഗഡീസ്, വെൽക്കം ടു സ്റ്റെപ്പ് വിത്ത് റീഷ്. സ്റ്റെപ്പ് വിത്ത് റീഷിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഗഡീസ് എന്ന് പറഞ്ഞതെന്ന്. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു എന്താ പറയുന്നത്, ഒരു കീവേഡ് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, കീവേഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു പർട്ടിക്കുലർ വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ലേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്, ഹേ ഗായ്സ്, ഹേ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യൂണീക്കായിട്ട് എന്തെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂർക്കാരി എന്നുള്ള നിലയിലും എന്താ പറയണേ, ഞാൻ അധികം യൂസ് ചെയ്യണ വീടൊന്നും ആയിരുന്നില്ല കേട്ടോ ഗഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ എങ്കിൽ പോലും എനിക്കത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അങ്ങനെ ഇന്ന് തൊട്ട് എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ നിങ്ങളെ വിളിക്കാൻ പോകുന്നത് ഗഡീസ് എന്നായിരിക്കും. സോ ഹോപ്പ് യു ഓൾ എൻജോയ് ദാറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അത്ര സുഖകരമായിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമില്ല. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതും അല്ല, ടു ബി വെരി ഓണസ്റ്റ്. തീരെ വയ്യ. ഫസ്റ്റ് ഓഫ് ഓൾ ഒട്ടും വയ്യ. മെൻ്റലി ഫിസിക്കലി ഐ എം നോട്ട് ഗുഡ്. എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. പോലെ തന്നെ എനിക്ക് ലോട്ട് ഓഫ് ഫിസിക്കൽ ഇഷ്യൂസ്, പീരീഡ്സ് ആണ്. സോ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. വേറെ കുറച്ച് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ കുറച്ച് സ്ട്രെസ്സിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മോർണിംഗ് ടു നൈറ്റ്, ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. സോ മോർണിംഗ് ടു നൈറ്റ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു കപ്പ് കോഫി കുടിച്ചിട്ട് ഈ ബെഡിൽ തന്നെയായിരുന്നു. നിങ്ങളുടെ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ എൻ്റെ അടുത്ത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പോലെയാണോ അതോ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യാം. ചില ദിവസങ്ങളിൽ ഞാൻ റൂമിൽ തന്നെ ഇരിക്കും. എനിക്ക് അതാണ് ഇഷ്ടം, അതാണ് എൻ്റെ കംഫർട്ട് സോണ്. സോ നമുക്കത് വേണമെങ്കിൽ ഒരു കോസി മൂഡി ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കുറച്ച് ഫ്രീക്ക് പേരായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൗഡ് 9 ഡേ എന്നൊക്കെ പറയാം. അതായത് നമുക്ക് എന്താണോ ഇഷ്ടപ്പെടാൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അന്നത്തെ, അതായത് ഇപ്പോൾ ചിലർക്ക് ട്രാവൽ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് മൂവി കാണാനായിരിക്കാം. അങ്ങനത്തെ ഒരു തന്നെ പറയുന്ന ഒരു പർട്ടിക്കുലർ ഫ്രേസാണ് ക്ലൗഡ് 9 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലൗഡ് 9 ഡേ എന്നൊക്കെ പറയും. പല പേരുകളും ഉണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, രാവിലെ എനിക്കും, ബ്രഷ് ചെയ്യും, തിരിച്ച് റൂമിൽ കയറും, റൂമിലിരിക്കും. ചിലപ്പോൾ ഈ പുറകിൽ കാണുന്ന വിൻഡോ ഓപ്പൺ ചെയ്തിട്ടിട്ട് കുറച്ച് നേരം പാട്ട്, ഞാൻ രാത്രി കിടക്കുമ്പോഴൊക്കെ പാട്ട് വെച്ചിട്ടാവും കിടക്കുക, പാട്ട് കേൾക്കാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടി വി ആണ്. ആ ടി വിയും കണ്ട് ഞാൻ അങ്ങനെ ഇരിക്കും. ഇപ്പോൾ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന ചെടി, പുള്ളിക്കാരി കുറച്ച് നാൾ, പുള്ളിക്കാരിയോ കാരണമോ എന്തോ അറിയില്ല, ആൾ എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഐ വിൽ ടേക്ക് കെയർ ദാറ്റ് ഓൾസോ. സോ അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഒന്നും എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല. അതിന് കുറേ റീസൺസ്. ഒന്നാമത് മൂഡ് സ്വിങ്സിൻ്റെ എക്സ്ട്രീം ആയിരുന്നു, ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു. ആകപ്പാടെ ഒരു നല്ല കാര്യം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ കീവേഡ് ഞാൻ പറഞ്ഞല്ലോ ഗഡീസ് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ ഇന്നെടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടി റിലീഫായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് കരുതി. അതുകൊണ്ടാണ് സംസാരിക്കാമെന്ന് വെച്ചത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ചെയ്യാറുള്ളത് ഇതൊക്കെയാണ്. ഞാൻ ടി വി കാണും. ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് ഇറ്റ്സ് എ ഹെൽത്തി വേ. ഇത് നല്ലൊരു ഹെൽത്തി റുട്ടീനാണെന്നൊന്നും ഞാൻ പറയില്ല, ഒട്ടുമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റൂമിൽ നിന്ന് അനങ്ങത്തില്ല. ആ സമയത്ത് റൂമിൽ തന്നെയായിരിക്കും. എസ്പെഷ്യലി ഈ മേ ബി UK ആയതുകൊണ്ടായിരിക്കാം, ഒറ്റയ്ക്കായതുകൊണ്ടായിരിക്കാം. നാട്ടിലാണെങ്കിൽ നമുക്ക് അത് എന്താ പറയുക, സ്വാപ്പ് ചെയ്ത് പോകാൻ കുറേ കാര്യങ്ങളുണ്ടാവായിരിക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ആയതുകൊണ്ട് ഞാൻ റൂമിൽ തന്നെയാവും ഇരിക്കുക. ഞാൻ എൻ്റെ ടി വി, എൻ്റെ അലക്സയിൽ പാട്ട് കേൾക്കും, കുറേ കരയും. സോ എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന, ഇപ്പോൾ സംടൈംസ് ഞാൻ വിചാരിക്കാറുണ്ട്, പണ്ട് ചാനൽ തുടങ്ങുന്നതിനേക്കാൾ മുമ്പാണെങ്കിലും പിൻപാണെങ്കിലും എനിക്ക് മാത്രമാണോ എനിക്കിങ്ങനെ മൂഡ് സ്വിങ്സ് വരുന്നത്, സങ്കടം വരുന്നതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, എല്ലാവർക്കും ഉണ്ട് അത് ലൈഫിൽ. സോ ഇറ്റ്സ് ഓക്കെ. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുക, അതിനകത്ത് ഹാപ്പിനെസ് കണ്ടെത്തുക. ഇന്ന് ഞാൻ ഫിസിക്കലി ഒട്ടും വയ്യായിരുന്നു വെച്ചാൽ ഒട്ടും വയ്യായിരുന്നു. 2-3 വട്ടം വോമിറ്റ് ചെയ്ത്, പെയിൻ, ബാക്ക് പെയിൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ റിലീഫ് കണ്ടെത്തുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. യു ഷുഡ് കമൻറ്റ്. നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോസി ഡേയിൽ ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു
സിംഗിൾ ഡേറ്റിൽ അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് യു എൻജോയ്. നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോയും നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.